നഗരസഭയുടെ ഇടനാഴികളിൽ ഇപ്പോൾ പുകയുന്നത് കേവലം ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ പുകച്ചിലല്ല. പാലയുടെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനകളാണ്. ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇന്ന് ചർച്ചയ്ക്കെടുക്കുമ്പോൾ കേരള രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആ നിമിഷങ്ങളിലേക്കാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള കേവലം ഒരു അംഗമല്ലിത്, മറിച്ച് അണിയറയിൽ അരങ്ങേറുന്ന തന്ത്രങ്ങളുടെയും ചതികളുടെയും രാഷ്ട്രീയ നീക്കങ്ങളുടെയും ഒടുവിലത്തെ അധ്യായമാണ്. ഇനി എന്തും സംഭവിക്കാമെന്ന തികഞ്ഞ അനിശ്ചിതത്വത്തിലാണ് നഗരസഭയും പാലായിലെ ജനങ്ങളും. 26 അംഗങ്ങളുള്ള പാലാ നഗരസഭയിൽ നിലവിലെ കക്ഷിനില പരിശോധിച്ചാൽ ചിത്രം വ്യക്തമാകും. LDFന് 12 അംഗങ്ങളുണ്ട്. ഭരണം അട്ടിമറിക്കാൻ പ്രതിപക്ഷത്തിന് വേണ്ടത് കേവലം 14 പേരുടെ പിന്തുണ മാത്രമാണ്. ഇവിടെയാണ് കളി മാറുന്നത്. ഭരണം നിലനിർത്താൻ ദിയാബിനുവും അവർക്കൊപ്പമുള്ള സ്വതന്ത്രരും കേരള കൂട്ടായ്മയും ജോസഫ് വിഭാഗവും ചേരുന്ന 14 അംഗ സഖ്യം ഉറച്ചു നിൽക്കണം. എന്നാൽ ആ അടിത്തറയിലാണ് ഇപ്പോൾ വിള്ളലുകൾ വീണിരിക്കുന്നത്. ദിയാബിനു ഉൾപ്പെടുന്ന സ്വതന്ത്ര കൂട്ടായ്മയായി ചേർന്ന് ഇനി പോകാൻ കഴിയില്ലെന്ന് 6ഓളം കൗൺസിലർമാർ തുറന്നടിച്ചതോടെയാണ് LDF അവസരം മുതലെടുക്കാൻ കളത്തിലിറങ്ങിയത്. UDFിലെ ആഭ്യന്തര കലഹവും ഭിന്നതയും മുതലെടുത്ത് ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ LDF കരുക്കൾ നീക്കുമ്പോൾ പാലാ നഗരസഭയുടെ ഭരണം ആരുടെ കയ്യിൽ ഭദ്രമാകുമെന്ന ചോദ്യം വായുവിൽ ഉയർന്നു നിൽക്കുകയാണ്. എന്നാൽ ഈ നാടകീയ സംഭവ വികാസങ്ങൾക്കിടയിൽ ആത്യന്തികമായി ആര് ജയിക്കും, ആര് തോൽക്കും? ഒരു കാര്യം സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. സഭയിൽ അവിശ്വാസം പാസ്സായാലും ഇല്ലെങ്കിലും രാഷ്ട്രീയമായി കളിയുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ കോൺഗ്രസിന്റെ കൈകളിലാണ്. തുടക്കത്തിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചതായി ആദ്യം പ്രഖ്യാപിച്ചത് തന്നെയാണ്. ഭരണത്തിനെതിരെ തങ്ങളുടെ അംഗങ്ങളിൽ പ്രതിഷേധം പുകയുമ്പോഴും ഭരണം പൂർണ്ണമായി കൈവിട്ടു പോകരുതെന്ന നിർബന്ധം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് പാർട്ടി കൗൺസിലർമാർക്ക് വിപ്പ് നൽകിയത്. ഇനി ഇതിൽ എന്ത് സംഭവിച്ചാലും ആത്യന്തികമായി ലാഭം കോൺഗ്രസിന് തന്നെയായിരിക്കും. ഒന്നുകിൽ കൗൺസിലർമാർ പാർട്ടിയുടെ വിപ്പ് പൂർണ്ണമായി അനുസരിച്ച് ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കും. അങ്ങനെ സംഭവിച്ചാൽ LDFന്റെ അവിശ്വാസ പ്രമേയം പരാജയപ്പെടും, ഭരണം നിലനിൽക്കും.